സംസ്ഥാനത്ത് ചുവടുറപ്പിക്കാൻ പുതിയ തന്ത്രങ്ങളുമായി RSS. പ്രമുഖ വ്യക്തികളുമായി മുഖാമുഖത്തിന് തയ്യാറെടുക്കുകയാണ് ദേശീയ നേതൃത്വം. ഇതിന്റെ ഭാഗമായി 2 ദിവസത്തെ സന്ദർശനത്തിനായി കൊച്ചിയിലെത്തുന്ന RSS തലവൻ മോഹൻ ഭഗവത് തെരഞ്ഞെടുക്കപ്പെട്ടവരുമായി കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രീയ നിരീക്ഷകർ, വിവരാവകാശ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ, വിവിധ ആശുപത്രികളുടെ ഉടമകൾ, ഡോക്ടർമാർ തുടങ്ങി വലിയൊരു നിരയാണ് മോഹൻ ഭാഗവതുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് RSS സംസ്ഥാന ജില്ലാ നേതൃത്വം ഒരുക്കിയിട്ടുള്ളത്. 27-ന് ചെന്നൈയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലെത്തുന്ന RSS തലവൻ ആലുവ തന്ത്രവിദ്യാപീഠത്തിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കും. ഇതിനുശേഷം അവിടെ ആദ്യഘട്ട കൂടിക്കാഴ്ചകൾ നടത്തും. പിറ്റേന്ന് കൊച്ചിയിലാണ് രണ്ടാം ഘട്ട കൂടിക്കാഴ്ചകൾ. ചിലർ ക്ഷണം സ്വീകരിക്കുകയും മറ്റു ചിലർ നിരാകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്ഷണം നിരസിക്കുന്നതായും യാതൊരു വിധത്തിലുള്ള പ്രോത്സാഹനവും RSSന് നൽകുകയില്ലെന്ന് അഡ്വക്കേറ്റ് കാളീശ്വരം രാജ അറിയിച്ചു. അതേസമയം ആശയസംവാദത്തിന്റെ ഒരു വേദിയായി കണ്ട് അത് പ്രയോജനപ്പെടുത്താമെന്ന ആശയം ഒരു വിഭാഗത്തിനുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിർണായകമായ സ്വാധീനമുള്ള RSS എന്തുകൊണ്ട് രാഷ്ട്ര പുനർനിർമ്മാണത്തിന് അഭികാമ്യമാകുന്നില്ല എന്ന വിമർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് കേരളത്തിൽ വരുമ്പോൾ അദ്ദേഹവുമായി അത്തരത്തിലൊരു സംവാദം നടത്താനുള്ള ക്ഷണം അതുകൊണ്ട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പുതിയൊരു പ്രതിച്ഛായ സൃഷ്ടിക്കുന്നതിനു വേണ്ടി RSS ദേശീയതലത്തിൽ നടത്തുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായാണ് കൊച്ചിയിലെയും ചുവടുവയ്പ്പുകൾ.